അങ്ങനെ കൊല്ലം പാലത്തറ മെഡിസിറ്റിക്കും NS ഹോസ്പിറ്റലിനും ഇടയിൽ കാലങ്ങളായി നിക്ഷേപിച്ചു വന്ന അറവു മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ്. ഇതുവഴി യാത്ര ചെയ്തിരുന്ന ജനങ്ങൾ ഏറെ കാലമായി വളരെ പ്രയാസം നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. മഴക്കാലമായതോടെ ഈ മാലിന്യം കലർന്ന വെള്ളത്തിലൂടെയാണ് ഇതുവഴി കാൽനട യാത്രക്കാർ നടന്നുകൊണ്ടിരുന്നത്. കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ആരോഗ്യവകുപ്പ് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സദക്കത്തും അതുപോലെ മറ്റ് കൗൺസിലർമാരും ഒക്കെ ചേർന്നിട്ടാണ്, പഞ്ചായത്ത് അധികൃതരും ഒക്കെ ചേർന്നിട്ടാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. മനുഷ്യന് നടക്കാൻ കഴിയാതായിട്ട് കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ നീക്കം ചെയ്യുകയാണ്. നീക്കം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് ഒരു ബോധവൽക്കരണം, ഇത് ഇങ്ങനെ കളഞ്ഞിട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നീക്കം ചെയ്താലും ഉടൻ വീണ്ടും കൊണ്ടിടുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ നമ്മുടെ CCTV ക്യാമറ വെച്ചാലും ഇതിനെതിരെ ശക്തമായ ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാകണം ഇതിനെതിരെ. ഇത് ആരെങ്കിലും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കോർപ്പറേഷൻ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്, ഇത് കണ്ടുപിടിച്ച് തരുന്ന ഇൻഫോർമർക്ക്, ഇത് അറിയിക്കുന്നവർക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈടാക്കുന്ന തുകയുടെ ഒരു ശതമാനം, അത്ര നിശ്ചിത ശതമാനം അവർക്ക് കൂടി ഇതിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കത്തക്ക വിധത്തിൽ മെഡിസിറ്റിയുമായി ബന്ധപ്പെട്ട് കൂടി അവരും ക്യാമറ വയ്ക്കാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും എല്ലാവിധ മെഡിസിറ്റിയിൽ നിന്നും എന്നെ വിളിച്ചു ഇത്തരം ഈ ഭാഗങ്ങളെല്ലാം ധാരാളം കുന്നുകൂടി കിടപ്പുണ്ട്, മാലിന്യം കുന്നുകൂടി അസഹ്യമായ ഗന്ധമാണ് കഴിയുന്നത്. രോഗികൾ തന്നെ ഇതിൻ്റെ പേരിൽ പിന്നെ അടുത്ത രോഗികളാകുന്ന സാഹചര്യം നിലനിൽക്കുന്നതല്ല. നമുക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, ഇവിടെ നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടെ തന്നെയാണ് ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് CCTV ക്യാമറ വയ്ക്കുക എന്നുള്ളതാണ്. CCTV ക്യാമറ വയ്ക്കുന്നതിനോട് ഇവരെ കണ്ടുപിടിച്ച് അവരുടെ പേരിൽ നല്ല ശക്തമായ ശിക്ഷ നടപടിയൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നല്ല ഫൈൻ ചുമത്തും. ആ ഫൈൻ ചുമത്തുന്നതിൻ്റെ ഒരു ശതമാനം, എത്ര ശതമാനം തീരുമാനിച്ചിട്ടില്ല, ആ നിശ്ചിത ശതമാനം ഇത് അറിയിപ്പ് തരുന്ന അല്ലെങ്കിൽ ഇൻഫോർമർക്ക് കൂടെ കൊടുക്കത്തക്ക വിധത്തിലുള്ള തീരുമാനം നമ്മുടെ നഗരത്തിലെ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് സ്കൂൾ ആരംഭിച്ചിരിക്കുകയാണ്, സ്കൂൾ ആരംഭിച്ച സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റുന്നൊരു സഹായം ഒരു കാരണവശാലും ഇത് വെച്ച് പുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് അപ്പുറത്ത് നമ്മുടെ അതിർത്തി പ്രദേശമായ തൃക്കോലോട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടെ സഹായത്തോടെ തന്നെ ഇത് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇന്ന് മുതൽ ഇത് നീക്കം ചെയ്തതിന് ശേഷം കോർപ്പറേഷൻ്റെ തൊഴിലാളികൾ ഇവിടെ നൈറ്റ് സ്ക്വാഡ് ഉണ്ടാവുകയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ടീം തുടർന്നുള്ള ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അത് കണക്ക് തന്നെ മെഡിസിറ്റിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ക്യാമറകൾ സ്ഥാപിക്കുവാനും അവരുടെ സെക്യൂരിറ്റികളും ഇവിടെ ഉണ്ടാകും എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുകയും പിടികൂടുകയും തക്കതായ ഫൈൻ ഈടാക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുകയാണ്.